الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ സർവലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയും ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും തഖ്വ കൊണ്ട് ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. കഴിഞ്ഞ ഖുതുബയിൽ വൈവാഹിക ജീവിതത്തിൽ ഇണയും തുണയും പുലർത്തേണ്ട മര്യാദകൾ, അവരുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, വിവാഹം മുതൽ അങ്ങോട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നിഷ്കർഷിക്കുന്ന ജീവിത ചര്യ, അതാണ് സൂചിപ്പിച്ചത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ നാമത്താൽ ഒരുമിക്കപ്പെട്ട ഭാര്യയും ഭർത്താവും ഇണയും തുണയും അവരുടെ ജീവിതത്തിൽ ഏറെ ആഗ്രഹിക്കുന്നതാണ് തങ്ങളുടെ ആദർശവും തങ്ങളുടെ സംസ്കാരവും പിന്തുടരുന്ന, തങ്ങളുടെ വാർദ്ധക്യത്തിൽ തങ്ങൾക്ക് തണലാകുന്ന തങ്ങളുടെ മക്കൾ. ആ സന്താനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ആത്മാർത്ഥമായുള്ള പ്രാർത്ഥന, തങ്ങളുടെ ഇണകളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും കൺകുളിർമ ലഭിക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുവാൻ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹ് പഠിപ്പിച്ച ആ പ്രാർത്ഥന, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും നീ ഞങ്ങൾക്ക് കൺകുളിർമ പ്രദാനം ചെയ്യണേ, മുത്തഖീങ്ങൾക്ക് ഞങ്ങളെ നീ ഇമാമാക്കണേ എന്ന ആത്മാർത്ഥമായി റബ്ബിനോട് നാം പ്രാർത്ഥിക്കുന്നവരാ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരീക്ഷണമാണ് നമ്മുടെ മക്കൾ, അവന്റെ അനുഗ്രഹവുമാണ് നമ്മുടെ മക്കൾ. പ്രവാചകന്മാരുടെ ജീവിതത്തിൽ എങ്ങാനും ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപാട് പ്രായം ചെന്നെത്തിയിട്ട് തനിക്ക് മക്കളില്ലാതെ അതിൽ നിരാശ വെക്കാതെ റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, എന്റെ നാഥ, സാലിഹായ ഒരു സന്താനത്തെ നീ എനിക്ക് പ്രദാനം ചെയ്യണേ. പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഫബശർനാഹു ബിഗുലാമിൻ ഹലീം, വിവേകിയായ ഒരു പുത്രനെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിമിന് സന്തോഷ വാർത്ത നൽകി എന്നുള്ളതാണ്. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം, അതുപോലെ തന്നെ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം നാം ഏറെ പഠിച്ചവരാണ്, ചർച്ച ചെയ്തവരാണ്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആഗ്രഹിച്ചതും ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആത്മാർത്ഥമായി റബ്ബിനോട് ദുആ ചെയ്തതും, റബ്ബേ, വിഗ്രഹങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വിഗ്രഹങ്ങളുടെ മുമ്പിൽ കൈകൂപ്പിക്കൊണ്ട് ആരാധിക്കുന്ന ഒരു സമൂഹത്തിൽ, ആ സമൂഹത്തിൽ എണീറ്റ് നിന്നുകൊണ്ടാണ് ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. അല്ലാഹുവേ നാഥ, എന്നെയും എന്റെ മക്കളെയും വിഗ്രഹാരാധനയിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണേ. മക്കൾക്ക് വേണ്ടി, ആ മക്കൾ ജനിക്കുന്നതിന് മുമ്പും ആ മക്കൾ ജനിച്ചതിനു ശേഷവും ആത്മാർത്ഥമായി ആ മക്കളെ കൊണ്ട് നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നതിനും കൺകുളിർമ ലഭിക്കുന്നതിനും റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മറ്റൊരു പ്രാർത്ഥന പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. റബ്ബി ജഅൽനി മുഖീമസ് സ്വലാത്ത വമിൻ ദുരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. അല്ലാഹുവേ, എന്റെ രക്ഷിതാവേ, എന്നെ നീ നമസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ. എന്നെ മാത്രമല്ല, വമിൻ ദുരിയതി, എന്റെ സന്താനങ്ങളെയും റബ്ബേ നീ നമസ്കാരം നിലനിർത്തുന്നവരുടെ കൂടെ ഉൾപ്പെടുത്തണേ. റബ്ബനാ വതഖബ്ബൽ ദുആ, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. ആത്മാർത്ഥമായി റബ്ബിനോട് മക്കളുടെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് 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 റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന ഒരു ഉപ്പയെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്, കുല്ലു മൗലൂദിൻ യൂലിദു അലൽ ഫിത്ര, എല്ലാവരും ജനിച്ചു വീഴുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്. ഓരോ കുഞ്ഞിന്റെയും മുഖത്ത് നമ്മൾ കാണുന്ന നിഷ്കളങ്കതയുണ്ടല്ലോ, ആ നിലക്കുള്ള ഒരു ശുദ്ധ പ്രകൃതിയിൽ തെറ്റുകാരല്ലാതെ നന്മയിലായിട്ടാണ് ഓരോ കുഞ്ഞും ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നത്. പിന്നീട് അവൻ വളർച്ചയെത്തുന്നത് വഴി അവൻ സ്വീകരിക്കുന്ന വിശ്വാസങ്ങളിലൂടെ, അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൂടെ അവൻ ഒന്നുകിൽ മുസ്ലിമോ, അവൻ ഒന്നുകിൽ നന്ദിയുള്ളവനോ, അതല്ലെങ്കിൽ നാഥനോട് നന്ദി കെട്ടവനോ ആയി മാറുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇണയും തുണയുമായി ജീവിക്കുമ്പോൾ, അതല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ സാലിഹീങ്ങളായ മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായ ദുആ ഉണ്ടാവണം. അതുപോലെ തന്നെ ഗർഭധാരണം നടക്കുമ്പോ ആ ഗർഭാവസ്ഥയിൽ തന്റെ കുഞ്ഞിന് വേണ്ടി ഉമ്മമാര് പ്രാർത്ഥിക്കണം, തന്റെ പിറക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി ഉപ്പമാര് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ കുഞ്ഞുണ്ടായി കഴിഞ്ഞാലും റബ്ബിനോട് പ്രാർത്ഥിക്കണം. അത് മാത്രമല്ല, പ്രാർത്ഥന മാത്രമല്ല, ആത്മാർത്ഥമായി എന്റെ കുഞ്ഞിനെ ഈ ലോകത്തും നാളെ ആഖിറത്തിലും റബ്ബിന്റെ കോടതിയിലും എനിക്ക് ഉപകരിക്കുന്ന മകനായി മകളായി എനിക്ക് ലഭിക്കണമെങ്കിൽ ഇസ്ലാം അനുസരിച്ചുകൊണ്ട്, ഇസ്ലാമിന്റെ വിശ്വാസം അനുസരിച്ചുകൊണ്ട് ആ കുഞ്ഞിന് കൃത്യമായ ട്രെയിനിങ് കൊടുത്തുകൊണ്ട് വളർത്തുവാൻ ഉമ്മാക്കും ഉപ്പാക്കും സാധിക്കണമെന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം
അവിടുന്ന് പഠിപ്പിക്കുകയാണ്, കുല്ലുക്കും റാഇൻ വമസ്ഊലുൻ അൻ റഇയതിഹി. നിങ്ങളെല്ലാവരും തന്നെ ഭരണാധികാരികളാണ്. നിങ്ങൾക്ക് കീഴിലുള്ള ഭരണീയരെ കുറിച്ച് നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ചോദ്യമുണ്ടാകും. ഉമ്മമാരെ, ഉപ്പമാരെ, നിങ്ങൾക്ക് കീഴിൽ വളർന്നു വരുന്ന നിങ്ങളുടെ കുഞ്ഞുമക്കളെ കുറിച്ച് അവരെ ഏതൊരു വിശ്വാസമാണ് നിങ്ങൾ പഠിപ്പിച്ചത്, അവരെ ഏതൊരു ആദർശമാണ് നിങ്ങൾ പഠിപ്പിച്ചത്, ഏത് നിലക്കാണ് അവരെ നിങ്ങൾ വളർത്തിയെടുത്തത് എന്നുള്ളത് കൃത്യമായ വിചാരണക്ക് വിധേയമാക്കപ്പെടുന്നതാണ്. പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ലുഖ്മാൻ പരിശോധിച്ചു കഴിഞ്ഞാൽ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് ഉപദേശിക്കുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും വ്യക്തമായി നമുക്ക് കാണുവാൻ സാധിക്കും. അവിടുന്ന് ഒന്നാമതായിക്കൊണ്ട് തന്റെ മകനെ വിളിച്ച് പഠിപ്പിക്കുന്ന കാര്യം ഷിർക്കിന്റെ ഗൗരവം തന്നെയാണ്. വിശ്വാസപരമായി ഒരു കുഞ്ഞെങ്ങനെ വളർന്നു വരണമെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, യുക്തിവാദവും അതുപോലെ തന്നെ ദൈവനിരാസവും കടന്നു വരുന്ന ഈ സമകാലിക സമൂഹത്തിൽ നമ്മുടെ മക്കളാണ് വളർന്നു വരുന്നത്. വിദ്യാഭ്യാസത്തിന്റെ ഉത്തുംഗമായ തലങ്ങളിലേക്ക് കടന്നു വരുമ്പോ ഞാൻ പറഞ്ഞതും ഞാൻ പഠിച്ചതും എന്റെ മദ്രസയിൽ ഞാൻ കേട്ടതുമെല്ലാം വ്യർത്ഥമാണെന്ന് കുഞ്ഞുങ്ങൾ ചിന്തിക്കുന്നിടത്തേക്ക് എത്തുന്നത് എന്തുകൊണ്ടാണെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? കൃത്യമായ ആദർശം അവർക്കറിയാത്തത് കൊണ്ടാണ്. കേവലം പാരായണം ചെയ്യുകയോ കേവലം മനഃപ്പാഠമാക്കുകയോ ചെയ്യുക എന്നുള്ളതല്ല വിശ്വാസം. യഥാർത്ഥമായി കൊണ്ട് റബ്ബിനെ പഠിപ്പിക്കാൻ, യഥാർത്ഥമായി കൊണ്ട് തൗഹീദിനെ പഠിപ്പിക്കുവാൻ, ഷിർക്കിന്റെ ഗൗരവത്തെ മനസ്സിലാക്കി കൊടുക്കുവാൻ ഉമ്മമാർക്കും ഉപ്പമാർക്കും സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മോനെ ഏറ്റവും സ്നേഹം മൃസനത്തോടെ വിളിച്ചുകൊണ്ടാണ് പറയുന്നത്, യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം. പൊന്നുമോനെ, നീ ഒരിക്കലും അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. അല്ലാഹുവിനെ അല്ലാതെ ഒരാളെ ഇന്ന് വിളിച്ചുകൊണ്ട് തേടരുത്, പ്രാർത്ഥിക്കരുത്. നിശ്ചയമായും ശിർക്ക് എന്ന് പറയുന്നത് കൊടിയ അക്രമമാണ്. ഇന്ന ശിർക ലദുൽമുൻ അദീം എന്ന് കൃത്യമായി കൊണ്ട് തന്റെ പൊന്നുമോനെ വിളിച്ചുകൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വീണ്ടും അതാ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകനെ വിളിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നു, യാ ബുനയ്യ ഇന്നഹാ യുതകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകൂ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദി യഅതി ബിഹല്ലാഹ്. പൊന്നുമോനെ, നീ അറിയണം കേട്ടോ, നീ മനസ്സിലാക്കണം കേട്ടോ, ഒരു ധാന്യമണിയോളം പോന്ന ചെറിയ ഒരു കാര്യം, ഒരു ധാന്യത്തിന്റെ മണിയോളം പോന്ന ചെറിയ ഒരു കാര്യമതാ നീ ഒരു പാറയുടെ അടിയിൽ ഒളിപ്പിച്ചു വെച്ചാൽ, ആകാശത്തോ ഭൂമിയിലോ എവിടെയാണെങ്കിലും നീ അത് ഒളിപ്പിച്ചു വെച്ചാലും ശരി, അല്ലാഹ് അത് കൊണ്ടുവരും മോനെ. എവിടെ വെച്ച് എന്ത് ചെയ്താലും അല്ലാഹ് കാണും, അല്ലാഹ് കേൾക്കും, അല്ലാഹ് അറിയും എന്ന് ചെറിയ മനസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് വരെ അത് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മോനെ, ഉമ്മാന്റെ കണ്ണ് വെട്ടിച്ചിട്ടോ ഉപ്പാന്റെ കണ്ണ് വെട്ടിച്ചിട്ടോ കാര്യമില്ല കേട്ടോ, അല്ലാഹ് കാണുന്നുണ്ട്. നീ പാറയുടെ അടിയിൽ ഒളിപ്പിച്ചാലും ശരി, ആകാശത്തോ ഭൂമിയിലോ എവിടെ നീ പാത്തു വെച്ചാലും ഒളിപ്പിച്ചു വെച്ചാലും ശരി, അല്ലാഹ് അത് കൊണ്ടുവരും മോനെ. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷ്മജ്ഞനാണ് എന്ന് മക്കളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ നിലക്ക് നമ്മളുടെ മക്കൾക്ക് കൃത്യമായ ട്രെയിനിങ് കൊടുക്കുവാൻ, വിശ്വാസപരമായും കർമ്മപരമായും അവരെ കൃത്യമായ വഴികളിലേക്ക് നയിക്കുവാനുള്ള ഉത്തരവാദിത്തം ഉമ്മമാർക്കും ഉപ്പമാർക്കുമുണ്ട്. ഒരു ചെറിയ കുഞ്ഞ് ആ കൊച്ചുകുട്ടിയോട് ചോദിച്ചു നോക്കൂ നിങ്ങൾ, ആ കൊച്ചുകുട്ടിയുടെ റോൾ മോഡൽ എന്ന് പറയുന്നത് അവന്റെ ഉപ്പയായിരിക്കും, അവന്റെ ഉമ്മച്ചിയായിരിക്കും. ആ ഉപ്പയും ഉമ്മയും എന്ത് പറയുന്നു, അവരെന്ത് കാണുന്നു, അവരെന്ത് കേൾക്കുന്നു, എന്തെല്ലാമാണ് വീട്ടിൽ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, അവിടെ എന്ത് നടക്കുന്നു, ഇതെല്ലാം അവർ സൂക്ഷ്മമായി വീക്ഷിക്കുന്നുണ്ട്. ആധുനിക ശാസ്ത്രം പഠിപ്പിക്കുന്നത് ഗർഭാശയത്തിൽ വെച്ച് വരെ, മാതാവിന്റെ ഗർഭാശയത്തിൽ വെച്ച് വരെ കുഞ്ഞ് കൃത്യമായി ഒബ്സർവ് ചെയ്യുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഗർഭം ധരിച്ച സ്ത്രീ എന്താണ് കേൾക്കുന്നത്, എന്താണ് കാണുന്നത്, അതുപോലെ തന്നെ ഏതെല്ലാം സദസ്സുകളിൽ ഏതെല്ലാം നിലക്കാണ് ആ സമയം വിനിയോഗിച്ചു കൊണ്ടിരിക്കുന്നത്, അതെല്ലാം ഗർഭസ്ഥ ശിശുവിനെ ബാധിക്കുന്നു എന്ന് ശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ നിരീക്ഷണം മക്കൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പിച്ചവെക്കുന്ന പ്രായം മുതൽ തന്റെ ഉമ്മയെയും ഉപ്പയെയും കാണുന്ന ആ മക്കളുടെ മുമ്പിൽ ഉമ്മയും ഉപ്പയും മാന്യരല്ലെങ്കിൽ
പിന്നെ എത്രമാത്രം മാന്യത മദ്രസയിൽ വെച്ച് ക്ലാസ് എടുത്തു കൊടുത്താലും ആ കുട്ടിയുടെ മനസ്സിന്റെ അന്തരാഴങ്ങളിലേക്ക് അതിറങ്ങുകയില്ല. കാരണം കുട്ടി കാണുന്നുണ്ട് ഉമ്മ എന്താണ് പറയുന്നത്, ഉപ്പ എന്താണ് പറയുന്നത്, വീട്ടിൽ എന്തെല്ലാം സദസ്സുകളാണ് നടക്കുന്നത്. മോശപ്പെട്ട വർത്തമാനം പറയുകയും പരസ്പരം തെറി പറയുകയും ഉമ്മയും ഉപ്പയും പരസ്പരം പേരടിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബത്തിൽ ആ കുഞ്ഞിനോട് ഉമ്മയും ഉപ്പയും അതല്ലെങ്കിൽ ഗുരുനാഥന്മാർ നല്ല വാക്ക് സംസാരിക്കണം, മോനെ നീ ഒരിക്കലും തെറി പറയരുത്, വേണ്ടാത്തത് പറയരുത് എന്ന് ആ കുട്ടിയെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഒരുപക്ഷെ അത് ഉൾക്കൊള്ളുവാൻ സാധിക്കുകയില്ല. കാരണം തന്റെ ജീവിതത്തിലൂടെ ആ കുട്ടി നേടിയെടുക്കുന്നത് ഉമ്മ പറയുന്നുണ്ടല്ലോ, ഉപ്പ പറയുന്നുണ്ടല്ലോ, അവരത് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് അതൊരു വലിയ തെറ്റല്ല എന്ന ബോധ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ടെലിഫോൺ വരുന്ന സമയത്ത് ആ ടെലിഫോണിന്റെ അങ്ങേയറ്റത്ത് കുടുംബനാഥൻ അന്വേഷിക്കുമ്പോ ഉമ്മ ആ ചെവിയിൽ അത് വെച്ചുകൊണ്ട് ഇന്ന ആളാണെന്ന് പറയുമ്പോ ഭർത്താവ് പറയാണ് ഞാനിവിടെ ഇല്ല എന്ന് പറഞ്ഞടാ, ഞാനിവിടെ ഇല്ല എന്ന് പറഞ്ഞടാ. ആ കുട്ടി കാണുന്നുണ്ട് നമ്മുടെ മോൾ നമ്മൾ പറയുന്ന കളവിനെ നിരീക്ഷിക്കുന്നുണ്ട്. ഉമ്മ ഫോണിലൂടെ പറയുന്നു അദ്ദേഹം ഇവിടെ ഇല്ല, അദ്ദേഹം യാത്രയിലാണ്. പക്ഷേ ആ തന്റെ വീട്ടിൽ തന്നോട് കൂടെ ഇരിക്കുന്ന ഉമ്മ ഉപ്പ അവരെ കാണുന്ന ആ കുഞ്ഞിന്റെ മനസ്സിലതാ നുണ പറയാം എന്ന് കൃത്യമായി മനസ്സിലാക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ് തന്നെയാണ് അവരെ നേർമാർഗത്തിലേക്ക് നയിക്കുന്നത്. അതാണ് മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം ഓരോരോ കാര്യങ്ങളായി തന്റെ കുഞ്ഞുമോനെ പഠിപ്പിച്ചു കൊടുക്കുന്നത്, കൃത്യമായി കൊണ്ട് ഓരോ നിർദ്ദേശങ്ങൾ പഠിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ വിശ്വാസവും നമ്മുടെ കർമ്മവും അങ്ങനെ നമ്മുടെ സ്വർഗവും മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തെ കൂടി സൂക്ഷ്മതയോടുകൂടെ സ്വർഗത്തിലേക്ക് നയിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് നമ്മൾ. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളെ തന്നെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിന്റെ തീനെ തൊട്ട് കാക്കണം കേട്ടോ. വഖൂദുഹന്നാസു വൽ ഹിജാറ, ആ നരകത്തിന്റെ ഇന്ധനമെന്ന് പറയുന്നത്, ആ നരകത്തിന്റെ വിറകുകൾ എന്ന് പറയുന്നത് അത് കല്ലുകളും മനുഷ്യരും തന്നെയാണ്. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, കഠോരമായ ഹൃദയങ്ങളുള്ള മനസ്സുകൾ, കഠിനമായ മലക്കുകളാണ് ആ നരകത്തിന്റെ കാവൽക്കാരായിട്ടുള്ളത്. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ, അല്ലാഹ് കൽപ്പിക്കുന്ന കാര്യത്തോട് അവർ എതിര് പറയുകയില്ല. എന്താണോ അവരോട് കൽപ്പിക്കപ്പെടുന്നത് അവരത് യഥാവിധി അനുസരിക്കുന്നവരാ. ആ തീയിൽ നിന്ന്, ആ കത്തിയാറുന്ന നരകാഗ്നിയിൽ നിന്ന്, ആ ശിക്ഷയിൽ നിന്ന് നിങ്ങളുടെ തടി മാത്രമല്ല, നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, മക്കൾ നിസ്കരിക്കുന്നുണ്ടോ നോക്കാൻ ഉപ്പാക്ക് നേരല്ല, നോക്കാൻ ഉമ്മാക്ക് നേരല്ല. നമ്മൾ മാന്യമായി വസ്ത്രം ധരിക്കുന്നുണ്ട്, എന്റെ പൊന്നുമോള് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ അവളുടെ വസ്ത്രം മാന്യമാണോ, ഉമ്മാക്ക് നോക്കാൻ നേരമില്ല, ഉപ്പാക്കത് പറയാൻ മടിയാണ്. എന്റെ കുഞ്ഞിനോടുള്ള സ്നേഹം കുറയുമോ, അവൾക്ക് എന്നോട് ദേഷ്യം തോന്നുമോ, എന്റെ വാത്സല്യം, എന്റെ അങ്ങേയറ്റത്തെ കാരുണ്യം കൊണ്ട് എന്റെ മകനും എന്റെ മകളും ചെയ്യുന്ന തെറ്റ് തിരുത്താൻ എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് കുടുംബസമേതം സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുവാൻ നമുക്ക് സാധിക്കുക? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പേരക്കുട്ടികളാണ് ഹസൻ റളിയല്ലാഹു അൻഹുവും ഹുസൈൻ റളിയല്ലാഹു അൻഹുവും. ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് പ്രഖ്യാപിച്ച മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട മോളുടെ കുട്ടികളാണ് തന്റെ പേരക്കുട്ടി. ആ പേരക്കുട്ടികളെയും കൊണ്ട് പള്ളിയിലേക്ക് പോകുമ്പോ സക്കാത്തിന്റെ മുതലായിക്കൊണ്ട് അവിടെ സ്വരൂപിച്ച കാരക്കയുണ്ട്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിഷ്കളങ്കരാണ്, അവർക്കറിയില്ല. ആ കാരക്ക കണ്ടപ്പോ അതിൽ പഴുത്ത മുഴുത്ത ഒരു കാരക്ക എടുത്തുകൊണ്ട് ഹസൻ റളിയല്ലാഹു അൻഹു തന്റെ വായിലേക്ക് ഇട്ടു. പേരക്കുട്ടികളോട് ഇത്രയധികം സ്നേഹമുള്ള ഒരു വല്യുപ്പാനെ സഹാബത്ത് വേറെ കണ്ടിട്ടില്ല. മെമ്പറിൽ വെച്ച് ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കെ തന്റെ പേരക്കുട്ടി ഓടി വന്നപ്പോ ആ മെമ്പറിൽ നിറങ്ങിക്കൊണ്ട് ആ പേരക്കുട്ടിയെ എടുത്ത് വാത്സല്യം കാണിച്ച മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമസ്കരിക്കുന്ന സമയത്ത് അവിടുന്ന് മുസല്ലയിലേക്ക് തന്റെ പേരക്കുട്ടികൾ കടന്നു വരും. എന്നിട്ട് ഉപ്പുപ്പാന്റെ പുറത്ത് കയറിയിരിക്കും. സുജൂദിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി കഴിഞ്ഞാൽ തന്റെ പ്രവാചകന്റെ പുറത്ത് കയറിയിരിക്കും. ആന കളിക്കുന്നതിന് വേണ്ടി, ഒട്ടകം കളിക്കുന്നതിന് വേണ്ടി മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം
നമസ്കാരത്തിൽ പോലും കുഞ്ഞുങ്ങൾക്ക് കിടന്നു കൊടുത്തിരുന്നു. അവരെണീറ്റ് പോകുന്നത് വരെ സുജൂദിനെ ദീർഘിപ്പിച്ച മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അത്രമാത്രം സ്നേഹനിധിയായ പ്രവാചകൻ. ആ പ്രവാചകനാണ് തന്റെ പേരക്കുട്ടിയായ ഹസൻ റളിയല്ലാഹു അൻഹു സകാത്തിന്റെ വിഹിതത്തിൽപ്പെട്ട ഒരു കാരക്ക എടുത്തുകൊണ്ട് വായിലിട്ട് ചവക്കുമ്പോ തന്റെ വിരൽ കൊണ്ട് ആ കാരക്ക തോണ്ടിയെടുത്തുകൊണ്ട് പുറത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട്, ഇത് മുഹമ്മദിന്റെ കുടുംബത്തിന് അനുവദനീയമല്ല, ഇത് സകാത്തിന്റെ മുതലാണെന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയെ പഠിപ്പിച്ച മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, നമുക്ക് പലർക്കും ഒരു തോന്നലുണ്ട്, ചെറിയ കുട്ടികളല്ലേ, അവര് ചെയ്തോട്ടെ. പ്രിയപ്പെട്ടവരെ, ആ ചെറിയ കുട്ടികൾ വരെ നിരീക്ഷിക്കുന്നുണ്ട്. എന്താണ് ചെയ്യുന്നത്, എന്താണ് പറയുന്നത്, എന്താണ് കാണുന്നത്, എന്താണ് കേൾക്കുന്നത്. ആ ചെറുപ്രായത്തിൽ തന്നെ അവർക്ക് കൃത്യമായ കൊണ്ട് ബാലപാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മൾ നമസ്കരിക്കുന്നത് മക്കൾ കാണണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുസല്ലയിൽ നിന്ന് അവരെ അകറ്റരുത്. പലർക്കും നമ്മുടെ നമസ്കരിക്കുന്ന സ്ഥലത്തേക്ക് കുഞ്ഞുങ്ങളെ കടത്തുവാൻ വലിയ ഭയമാണ്. അവിടെ നിസ്കരിക്കാൻ അവിടെ പോരുത്, അങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ചെറുപ്രായത്തിൽ തന്നെ മക്കളുടെ മനസ്സുകളിൽ നമസ്കാരം എന്ന് പറഞ്ഞാൽ കടന്നു ചെല്ലാൻ പാടില്ലാത്ത, തിരിഞ്ഞു നോക്കാൻ പാടില്ലാത്ത എന്തോ ഒരു പേടിപ്പിക്കുന്ന സംഗതിയായിട്ട് നമ്മളെ കുഞ്ഞു മക്കളുടെ മനസ്സുകളിൽ ഇട്ടുകൊടുക്കരുത്. അങ്ങനെയായിരുന്നെങ്കിൽ പ്രവാചകൻ അത് ചെയ്യുമായിരുന്നു. ആ പ്രവാചകൻ കാണിച്ച മാതൃക എന്താണ്? ഒപ്പം നിർത്തി നമസ്കരിപ്പിച്ചു. അതുപോലെ പ്രവാചകൻ നമസ്കരിക്കുന്ന സമയത്ത് തന്റെ കൂടെ നിന്ന് കളിച്ചവരെ ആ കളി തടസ്സപ്പെടുത്തിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, മക്കൾ കാണട്ടെ, ചെറിയ പ്രായത്തിലുള്ള മക്കൾ കാണട്ടെ, നമ്മൾ തക്ബീർ ചൊല്ലുന്നത്, നമ്മൾ സുജൂദിൽ പോകുന്നത്, നമ്മൾ നമസ്കരിക്കുന്നത് നമ്മുടെ മക്കൾ കണ്ടുകൊണ്ട് പഠിക്കണം. ഉപ്പ പള്ളിയിലേക്ക് പോകുന്നത്, അതുപോലെ തന്നെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഉമ്മാരോടും വീട്ടുകാരോടും സലാം പറഞ്ഞിട്ട് കടന്നു വരുന്നതും ആ മക്കൾ കാണണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോൾ സലാം പറയാറുണ്ട്, അതുപോലെ തന്നെ തങ്ങളുടെ കൂട്ടുകാരെ കാണുമ്പോൾ സലാം പറയാറുണ്ട്. നമ്മുടെ വീട്ടുകാർക്ക് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഭാര്യയോടും മക്കളോടും സലാം പറയുന്ന എത്ര പേരുണ്ട്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ നമ്മളിൽ നിന്ന് പഠിക്കുകയാണ്. അവർക്ക് യഥാർത്ഥമായി കൊണ്ട് കൃത്യമായി കൊണ്ട് അവരത് പഠിപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് തന്റെ മോനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ ബുനയ്യ അഖിമിസ്സലാ, യാ ബുനയ്യ അഖിമിസ്സലാ, പൊന്നുമോനെ നീ നമസ്കാരത്തെ നിലനിർത്തണേ. വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ, നീ നന്മ കൽപ്പിക്കണം, നീ സദാചാരം കൽപ്പിക്കണം, നീ മോശപ്പെട്ട കാര്യങ്ങളെ വിരോധിക്കണം. വസ്ബിർ അലാ മാ അസാബക, നിനക്കെന്ത് ബാധിച്ചാലും എന്ത് പ്രയാസം നിനക്ക് വന്ന് ഭവിച്ചാലും അതിൽ നീ ക്ഷമ അവലംബിക്കുകയും ചെയ്യണം. ഇന്നദാലിക മിൻ അസ്മിൽ ഉമൂർ, നിശ്ചയമായും ഗണ്യമായി നിശ്ചയിച്ച കാര്യങ്ങളിൽ പെട്ടതാണവ. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ തന്റെ കുഞ്ഞിനെ പഠിപ്പിക്കുകയാ. അതുപോലെ തന്നെ അതാ തുടരുന്നു, വലാ തുസഇർ ഖദ്ദക ലിന്നാസ്, ജനങ്ങളോട് പെരുമാറുമ്പോ, ജനങ്ങളോട് സംസാരിക്കുമ്പോ നിന്റെ മുഖം നീ കോട്ടിക്കളയരുത് കേട്ടോ. ഒരിക്കലും തന്നെ ഒരാളോടും മുഖം കോട്ടിക്കൊണ്ട് നീ സംസാരിക്കരുത്. പ്രസന്നവദനായിക്കൊണ്ടായിരിക്കണം നീ ജനങ്ങളെ നേരിടേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ്. അഹങ്കാരത്തോടുകൂടെ ഭൂമിയിൽ നീ നടക്കുകയും ചെയ്യരുത്. ദുരഭിമാനിയായ പൊങ്ങച്ചക്കാരനായ ഒരുത്തനെയും അല്ലാഹ് ഇഷ്ടപ്പെടുകയില്ല മോനെ. തന്റെ കുഞ്ഞു മോനെ പഠിപ്പിച്ചു കൊടുക്കുക, ജനങ്ങളോട് എങ്ങനെ പെരുമാറണം, നടക്കുമ്പോൾ എങ്ങനെ നടക്കണം, കഴിക്കുമ്പോൾ എങ്ങനെ കഴിക്കണം, സംസാരിക്കുമ്പോൾ എങ്ങനെ സംസാരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സലമ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, അബൂ സലമ റളിയല്ലാഹു അൻഹുവിന്റെ കുഞ്ഞുമോൻ ഭക്ഷണം കഴിക്കുമ്പോ ഇടത് കൈ കൊണ്ട് കഴിക്കുവാനും അതുപോലെ തന്നെ വലിച്ചുവാരി അവിടുന്നും ഇവിടുന്നും കഴിക്കുവാനും തുടങ്ങി. ഒരു പാത്രത്തിൽ നിന്ന് അവർ കഴിക്കുന്നത്, ഒന്നിച്ചിരുന്ന ഒരു പാത്രത്തിൽ നിന്ന് കഴിച്ചപ്പോ ഇടത് കൈ കൊണ്ടും അതുപോലെ അവിടുന്നും ഇവിടുന്നും ഒക്കെ എടുത്തു കഴിച്ചപ്പോ ചെറിയ കുട്ടിയല്ലേ, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് തിരുത്തി കൊടുക്കാതിരുന്നിട്ടില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞത് എന്താണെന്നറിയോ? കുൽ ബിയമീനിക് വകുൽ മിമ്മാ യലീക്, മോനെ അതുപോലെ തന്നെ ബിസ്മി ചൊല്ലണം. നീ ബിസ്മി ചൊല്ലണം, അള്ളാഹുവിന്റെ നാമം കൊണ്ടാവണം നീ ഭക്ഷണം കഴിക്കേണ്ടത്. എന്നിട്ട് അവിടുന്ന് പഠിപ്പിച്ചു, നിന്റെ വലതു കൈ കൊണ്ട് നീ ഭക്ഷിക്കുക.
നിന്റെ ഭാഗത്ത് നിന്ന് നീ ഭക്ഷിക്കുക. ഭക്ഷണത്തിന്റെ മര്യാദകൾ, സംസാരത്തിന്റെ മര്യാദകൾ, ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലുമുള്ള മര്യാദകൾ നമ്മുടെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്തുകൊണ്ടും ഉപദേശിച്ചും കൊണ്ട് തന്നെയാണ് മക്കളെ മാറ്റേണ്ടത്. വീണ്ടും തുടരുകയാണ് ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം, വഖ്സിദ് ഫീ മശീക വഗ്ദുദ് മിൻ സൗതിക ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ. എന്താ പഠിപ്പിക്കുന്നത്? നിന്റെ നടത്തത്തിൽ നീ മിതത്വം പാലിക്കുക, നിന്റെ ശബ്ദത്തിലും നീ മിതത്വം പാലിക്കുക. നിശ്ചയമായും മോശപ്പെട്ട ശബ്ദം എന്ന് പറയുന്നത് അത് കഴുതയുടെ ശബ്ദമാ. പ്രിയപ്പെട്ടവരെ, ഏറ്റവും കൃത്യമായ പാഠങ്ങൾ, സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കുക എന്ന് നമ്മൾ പറയും. നടത്തത്തിലും ഇരുത്തത്തിലും പെരുമാറ്റത്തിലും സംസാരത്തിലുമെല്ലാം എപ്രകാരമാണ് മാന്യമായി പെരുമാറേണ്ടത് എന്ന് മോനെ പഠിപ്പിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഇത്തഖില്ലാഹ ഹൈതുമാ കുന്ത്. നീ എവിടെയായിരുന്നാലും അല്ലാഹനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. മക്കൾക്ക് ഈ ഒരു ബോധം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, പഠിപ്പിക്കാൻ എങ്ങോട്ട് വിട്ടാലും ഒരു കുഴപ്പമില്ല, ഏത് ഹോസ്റ്റലിലേക്ക് വിട്ടാലും കുഴപ്പമില്ല, ഏത് നാട്ടിലേക്ക് വിട്ടാലും കുഴപ്പമില്ല. പക്ഷേ തഖ്വയില്ലാത്ത, ദീനറിയാത്ത, ദീനിന്റെ സംസ്കാരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാത്ത മക്കളാണെങ്കിൽ അവർക്കൊരു സാഹചര്യം വന്നാൽ, ഉമ്മയില്ലാത്ത ഉപ്പയില്ലാത്ത, ആരും കാണാനും കേൾക്കാനും ഇല്ലാത്തൊരു അവസരം വന്നാൽ മക്കൾ തെറ്റുകൾ ചെയ്യും. തെറ്റുകളിലൂടെ അവർ അഭിരമിച്ചുകൊണ്ട് കടന്നുപോകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം ഇസ്ലാം എന്താണ്, എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന്. എവിടെ പോയാലും അല്ലാഹ് കാണും, അല്ലാഹ് കേൾക്കും, അല്ലാഹ് അറിയും, അതല്ല കൊണ്ടുവരിക തന്നെ ചെയ്യും എന്ന ബോധം മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. നമസ്കരിക്കുന്നില്ലെങ്കിൽ ആ നമസ്കാരത്തിന്റെ പേരിൽ അവരോട് വീണ്ടും വീണ്ടും ഉപദേശിക്കുകയും അതിന്റെ പേരിൽ ശിക്ഷ വരെ നടത്താമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുന്നത്. മുറൂ ഔലാദകും ബിസ്സലാ, നിങ്ങളുടെ മക്കളോട് നിങ്ങൾ നമസ്കാരത്തെ കൽപ്പിക്കണമെന്നാണ് പറഞ്ഞത്. നമസ്കരിക്കണോ എന്ന് നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പറയണം. 7 വയസ്സ് പ്രായമാകുമ്പോഴേക്കും അവരോട് പറയണം, ശീലിപ്പിക്കണം. 10 വയസ്സായിട്ടും ഒരു കുട്ടി ഒറ്റക്ക് നമസ്കരിക്കുന്നില്ലെങ്കിൽ അതിന്റെ പേരിൽ അവനെ അടിക്കേണ്ടി വന്നാൽ അടിച്ചുകൊണ്ടാണെങ്കിലും ശരി അത് ശീലിപ്പിക്കണം, അത് ചെയ്യിപ്പിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ ഒരു മര്യാദ പഠിപ്പിക്കുന്നു. 10 വയസ്സ് എത്തിക്കഴിഞ്ഞാൽ, 10 വയസ്സിന് ശേഷമുള്ള നമ്മുടെ മക്കളാണെങ്കിൽ, ജ്യേഷ്ഠനും അനിയനുമാണെങ്കിലും സഹോദരിയും സഹോദരനുമാണെങ്കിലും കിടപ്പറയിൽ ഒരു വിരിപ്പിൽ നിന്ന് അവരെ മാറ്റിക്കിടത്തണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതാണ്. പ്രവാചകൻ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൽ അങ്ങേയറ്റത്തെ ഹിക്മത്ത് ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമസ്കാരത്തിന്റെ കാര്യമാണെങ്കിലും ശരി, അവരുടെ ജീവിതത്തിന്റെ ഓരോ കാര്യമാണെങ്കിലും ശരി, ആ നിലക്ക് നമ്മൾ അവരെ മനസ്സിലാക്കണം. ആ നിലക്ക് അവരെ ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് അല്ലാഹ് നൽകുന്ന ഒരു പരീക്ഷണമാണ്. ഇന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന, നിശ്ചയമായും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനവും നിങ്ങൾക്ക് പരീക്ഷണമാണ്. അവരെ എങ്ങനെയാണ് തർബിയത്ത് കൊടുത്തുകൊണ്ട് നിങ്ങൾ വളർത്തുന്നത് എന്ന് കൃത്യമായി നാഥൻ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പരീക്ഷണത്തിൽ ആത്മാർത്ഥമായിക്കൊണ്ട് അതിനുവേണ്ടി പണിയെടുക്കുവാൻ രക്ഷിതാക്കൾക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മൾ എത്ര പണിയെടുത്താലും ഒരു വേള ആ മക്കൾ ഒരു പക്ഷേ എന്നായിക്കൊള്ളണമെന്നില്ല. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം നമുക്കറിയാം. പ്രവാചകനായിട്ട് പോലും തന്റെ മകൻ തന്നിൽ വിശ്വസിക്കാതെ മരണപ്പെടുന്നത്, പ്രളയത്തിൽ മുങ്ങി മരിക്കുന്നത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സങ്കടത്തോടുകൂടെ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, തന്റെ ഉപ്പയായിട്ട് പോലും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരിക്കലും തന്റെ പിതാവിന് ഹിദായത്ത് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അത് അല്ലാഹ് കൊടുക്കേണ്ടതാണ്. തന്റെ ഏറ്റവും പ്രിയപ്പെട്ട അബൂ താലിബിന് ഹിദായത്ത് കൊടുക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സാധിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ശ്രമിക്കുക, പ്രാർത്ഥിക്കുക, ആത്മാർത്ഥമായ പ്രയത്നം ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും നമ്മുടെ മക്കളെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമു അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മുടെ മക്കളുമായി നമ്മൾ ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, റഈസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാൽ ദഅത്നി ഉമ്മി യൗമൻ വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാഇദൻ ഫീ ബൈതിനാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ വീട്ടിലുണ്ട്. അവരുടെ കുടുംബ ബന്ധം നമുക്കറിയാം.
പ്രവാചകന്റെ പിതൃവ്യന്റെ മകനാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. പ്രവാചകൻ വീട്ടിലിരിക്കുന്ന സമയത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ ഉമ്മ എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഹാ തആൽ ഉഅതിക്, മോനെ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വന്നാൽ ഞാൻ നിനക്കിത് തരാം. നമ്മുടെ ചെറിയ കുട്ടികളെ അവർ കുറുമ്പ് കാണിക്കുമ്പോ, കുസൃതി കാണിക്കുമ്പോ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ഇങ്ങോട്ട് വന്നാൽ ഇപ്പാന്റെ കുട്ടിക്ക് ഇത് തരാം. എന്നിട്ട് വരുമ്പോഴോ നമ്മൾ പറ്റിക്കും, കൊടുക്കാറില്ല. ചെറിയ കുട്ടികളെ എന്ന് പരിഗണിച്ചുകൊണ്ട് നമ്മൾ കൊടുക്കാറില്ല. സ്വഹീഹുൽ ബുഖാരിയുടെ ചരിത്രം പരിശോധിക്കുമ്പോ ഇമാം ബുഖാരി റഹ്മഹുല്ലാ അവിടുന്ന് ഹദീസ് സ്വീകരിക്കാൻ പോയ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ കയ്യിൽ ഹദീസ് ഉണ്ട് എന്നറിഞ്ഞു കിലോമീറ്ററുകളോളം സഞ്ചരിച്ചുകൊണ്ട് ഇമാം ബുഖാരി റഹ്മഹുല്ലാ അവിടേക്ക് യാത്രയായിക്കൊണ്ട് അവിടെ എത്തി. അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടി ആ മനുഷ്യൻ തന്റെ ഒട്ടകത്തെ, തന്റെ കാലിയെ പുല്ല് കാണിച്ചുകൊണ്ട് ഇങ്ങനെ വിളിച്ചു. ആ കാലി അടുത്തു വന്നപ്പോൾ ആ പുല്ല് മാറ്റി വെച്ചുകൊണ്ട് പുല്ല് കൊടുക്കാതെ പാല് കറന്നു. ബുഖാരി ഇമാം അവിടെ എണീറ്റു. അദ്ദേഹത്തിന്റെ ഹദീസ് പോലും സ്വീകരിച്ചില്ല എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പറ്റിക്കരുത്, വഞ്ചിക്കരുത്. കുഞ്ഞു മനസ്സുകളിൽ പോലും അത് ഓളങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്, ഉമ്മ എന്നെ വിളിച്ചു, മോനെ ഇങ്ങോട്ട് വാ, ഇത് തരാം എന്ന് പറഞ്ഞ് എന്റെ ഉമ്മ എന്നെ വിളിച്ചപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ ഇടപെട്ടു. ഫഖാല ലഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അമാ ഇന്നകി ലൗ ലം തുഅതികി ശൈഅൻ കുതിബത അലൈകി കദിബ, നീ പറഞ്ഞത് നീ മോന് കൊടുത്തിട്ടില്ലെങ്കിൽ നിന്റെ പേരിൽ അതൊരു കളവായി രേഖപ്പെടുത്തപ്പെടും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാണ് പ്രിയപ്പെട്ടവരെ ചെറിയ കുട്ടിയല്ലേ എന്ന് പറഞ്ഞ് ഒഴിവാക്കിയോ പ്രവാചകൻ? ഇല്ല. കാരണം ആ കുട്ടിയുടെ മനസ്സിൽ ഇങ്ങനെ നാളെ ആളുകളെ പറ്റിക്കാം, അതിൽ തെറ്റൊന്നുമില്ല എന്ന് ചെറിയ മനസ്സിൽ പോലും ഉണ്ടാവും. അപ്പൊ ചെറുപ്പം മുതൽ തന്നെ ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണാം. എത്രയോ മഹത്തരമായ ഉദാഹരണങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കടന്നുപോയ സ്വഹാബത്ത്, പ്രവാചകന്മാർ, മഹദികൾ, ഫാത്തിമ റളിയല്ലാഹു അൻഹയെ പോലെ, ഹാജറിനെ പോലെ, ഉമ്മു സുലൈമിനെ പോലെ, ശാഫിഈ ഇമാമിന്റെ ഉമ്മയെ പോലെ എത്രയോ മഹദികൾ തങ്ങളുടെ മക്കൾക്ക് യഥാർത്ഥമായ തർബിയത്ത് കൊടുത്തതിന് ചരിത്രത്തിലെമ്പാടും ഉദാഹരണങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, നാളെ നമ്മൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മുടെ അമലുകൾ മുറിഞ്ഞു പോകും. മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് അവശേഷിക്കുക. നമ്മുടെ ഖബറുകളിലേക്ക് പ്രതിഫലം വന്നുകൊണ്ടിരിക്കുന്ന, ലോകാവസാനം വരെ നമ്മുടെ ഖബറുകളിലേക്ക് ഇങ്ങനെ പ്രതിഫലം വന്നുകൊണ്ടിരിക്കുന്ന മൂന്ന് കാര്യങ്ങളല്ലാത്ത എല്ലാം മുറിഞ്ഞു പോകും. നമസ്കാരത്തിന് ശേഷം പിന്നെ നമുക്ക്, മരണത്തിന് ശേഷം പിന്നീട് നമുക്ക് നമസ്കരിക്കാൻ കഴിയില്ല, നോമ്പെടുക്കാൻ കഴിയില്ല, ഭൗതികമായ ഒരു വ്യവഹാരത്തിനും സാധിക്കില്ല. പക്ഷേ മൂന്ന് കാര്യങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ചെടുത്ത് ഒരു കാര്യം എന്നാണ് ഉപകാരപ്രദമായ അറിവ്. നമ്മളൊരു കാര്യം പഠിച്ച് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്ത് അവരത് ഏറ്റെടുത്ത് തലമുറകളിലേക്ക് അത് കൈമാറ്റം ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലം ആ ചൊല്ലുന്നവർക്കും ആ ചെയ്യുന്നവർക്കും പ്രതിഫലം കുറയാതെ അത് കൈമാറ്റം ചെയ്ത പഠിപ്പിച്ചു കൊടുത്തവർ